ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് NMC UK CBT എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, യു ആർ കെയറിംഗ് ഫോർ എ ഹിന്ദു ക്ലൈന്റ് ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ദ ക്ലൈന്റ് refuses to take the capsule referring to the animal product that might have been used in its making. What is appropriate action for the nurse to perform? ഇവിടെ നമ്മളൊരു ഹിന്ദു പേഷ്യന്റിന് നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെല്ലുന്ന സമയത്ത് പേഷ്യന്റ് റിഫ്യൂസ് ചെയ്യുവാണ്, മരുന്ന് ക്യാപ്സ്യൂൾ റിഫ്യൂസ് ചെയ്യുവാണ്. അപ്പൊ കാരണം എന്താണ് റിഫ്യൂസ് ചെയ്യാനുള്ള കാരണം? അതിനകത്ത് ആനിമൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പേഷ്യന്റ് ഒരു സംശയം. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റ് പറയാണ് എനിക്ക് മരുന്ന് വേണ്ട എന്ന് പറയാണ്. അപ്പൊ ബീങ് എ നഴ്സ് എന്ത് ആക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ഷി വിൽ നോട്ട് അഡ്മിനിസ്റ്റർ ആൻഡ് ഡോക്യുമെന്റ് ദ ഒമിഷൻസ് ഇൻ ദ പേഷ്യൻസ് ചാർട്ട്. അപ്പൊ എന്താണ്, നമ്മൾ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല, എന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഏകദേശം അത് കറക്റ്റ് ആണ്. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് വന്നിട്ട് അത് നമുക്ക് കൺഫേം ചെയ്യാം. ഓപ്ഷൻ ബി, ദ നഴ്സ് വിൽ ഇഗ്നോർ ദ ക്ലയൻസ് റിക്വസ്റ്റ് ആൻഡ് അഡ്മിനിസ്റ്റർ ഫോഴ്സിബിളി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നഴ്സ് ക്ലയന്റിന്റെ റിക്വസ്റ്റ് ഇഗ്നോർ ചെയ്യുവാണ്, എന്നിട്ട് നമ്മൾ ഫോഴ്സ് ആയിട്ട് അവരെ അത് കഴിപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് ആ ഉത്തരം എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്, ഒന്നാമത്തെ കാര്യം, നമ്മൾ ക്ലയന്റിന്റെ ഒരു റിക്വസ്റ്റ് ഇവിടെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും പേഷ്യന്റിനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. അപ്പൊ നമുക്ക് നേരെ അങ്ങനത്തെ ആൻസർ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ സി, ദ നഴ്സ് വിൽ ഓപ്പൺ ദ ക്യാപ്സൂൾ ആൻഡ് അഡ്മിനിസ്റ്റർ ദ പൗഡേർഡ് ഡ്രഗ്. നമ്മൾ ഈ ക്യാപ്സൂൾ ഓപ്പൺ ചെയ്തിട്ട് പൗഡേർഡ് ആയിട്ടുള്ള ഡ്രഗ് നമ്മൾ ഒരിക്കലും ക്യാപ്സൂൾ ഓപ്പൺ ചെയ്യത്തില്ല. അതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ ഡി, ദ നഴ്സ് വിൽ എസ്റ്റാബ്ലിഷ് with the pharmacist if the capsule is suitable for vegetarians. നമ്മൾ ഫാർമസിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കൺഫേം ചെയ്യുക ഈ ക്യാപ്സ്യൂള് വെജിറ്റേറിയൻസിന് സ്യൂട്ടബിൾ ആണോ എന്ന്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തത് ഓപ്ഷൻ എ, ഷീ വിൽ നോട്ട് അഡ്മിനിസ്റ്റർ ആൻഡ് ഡോക്യുമെന്റ് ദ ഒമിഷൻസ് ഇൻ ദ പേഷ്യന്റ് ചാർട്ട്. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി, ദ നഴ്സ് വിൽ എസ്റ്റാബ്ലിഷ് വിത്ത് ദ ഫാർമസിസ്റ്റ് ഇഫ് ദ ക്യാപ്സ്യൂൾ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ വെജിറ്റേറിയൻസ്. അപ്പൊ ഏതാണ് കൂടുതലും ചേർന്ന് നിൽക്കുന്ന ആൻസർ? ഏതാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? നമ്മൾ ഫാർമസിസ്റ്റിനോട് ചോദിക്കുക, ഏതാണ് സ്യൂട്ടബിൾ, ഇത് സ്യൂട്ടബിൾ ആണോ, വെജിറ്റേറിയൻസിന് കഴിക്കാൻ സ്യൂട്ടബിൾ ആണോ എന്ന് ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് അല്ല, അത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് ടു അഡ്മിനിസ്റ്റർ ആൻഡ് ഡോക്യുമെന്റ് ദ ഒമിഷൻ. പക്ഷെ നമുക്ക് ആണ്, അത് വെജിറ്റേറിയൻസിന് കഴിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ക്യാപ്സൂൾ കൊടുക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് ഇച്ചിരി ചേർന്ന് നിൽക്കുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ദ നഴ്സ് വിൽ എസ്റ്റാബ്ലിഷ് വിത്ത് ദ ഫാർമസിസ്റ്റ് ഇഫ് ദ ക്യാപ്സൂൾ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ വെജിറ്റേറിയൻസ്. അപ്പൊ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. Question number 2, a Jewish patient refuses a blood transfusion in a critical situation and says that his religion is against it. What should the nurse do? അപ്പൊ ഇവിടെ ഒരു ജൂയിഷ് പേഷ്യന്റ് ആണ്. പേഷ്യന്റ് എന്താണ് റിഫ്യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിഫ്യൂസ് ചെയ്യുവാണ്. പക്ഷെ നോക്കണം, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്? ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. ബട്ട് സ്റ്റിൽ പേഷ്യന്റ് പറയുന്നത് എന്റെ റിലീജിയൻ ഇതിന് അഗെയിൻസ്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ബീങ് എ നഴ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇഗ്നോർ ദ പേഷ്യന്റ് വിൽ ആൻഡ് ഗീവ് ഹിം ബ്ലഡ്. ആദ്യമേ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ? കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും പേഷ്യന്റിന്റെ വിഷസ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കത് ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റും. നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി രണ്ടാമത്തെ നോക്കിയേ, ടെൽ ദ പേഷ്യന്റ് റിലേറ്റീവ്സ് ടു ടേക്ക് എ ഡിസിഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ റിലേറ്റീവ്സിനോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എപ്പോഴും ഓർക്കുക, ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി പേഷ്യന്റിനാണ് കേട്ടോ. അപ്പൊ പേഷ്യന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ റിലേറ്റീവ്സ് എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ പേഷ്യന്റ് എന്ന് പറയുന്നു അത് മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. അപ്പൊ ആ പേഷ്യന്റിന്റെ കപ്പാസിറ്റി ഇല്ല, ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഇല്ല എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ റിലേറ്റീവിനോട് ചോദിക്കത്തുള്ളൂ. ഇവിടെ പേഷ്യന്റ് കപ്പാസിറ്റിയുടെ കാര്യമൊന്നും അവർ പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, പേഷ്യന്റ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും പേഷ്യന്റിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, റിലേറ്റീവ്സിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മൾ നേരെ എന്താണ്, ആ ആൻസറും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം റിലേറ്റീവ്സിനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, പേഷ്യന്റ് ആണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, അക്സെപ്റ്റ് ദ ക്ലയൻസ് വിഷ്. നമ്മൾ എപ്പോഴും പേഷ്യൻസിന്റെ വിഷ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നാലും കൂടെ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഓപ്ഷൻ ഡി, ഫോഴ്സ് ദ ക്ലയന്റ് ടു ഗീവ് കൺസെന്റ്. പിന്നെ എന്താണ്, ഫോഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഫോഴ്സ് ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഇഗ്നോർ ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കലും ഒരു പേഷ്യന്റിനെ ഫോഴ്സ് ചെയ്യത്തില്ല. മൂന്നാമത്തെ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു റിലേറ്റീവിനോട് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറയത്തില്ല. പേഷ്യന്റ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു റിലേറ്റീവിനോട് ഡിസിഷൻ എടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു പേഷ്യന്റ് ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? അക്സെപ്റ്റ് ദ ക്ലയൻസ് വിഷ്. നമ്മൾ എപ്പോഴും പേഷ്യന്റിന്റെ
വിഷ് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അവർ ആ ഒരു വിഷ് റെസ്പെക്റ്റോട് കൂടി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, എ പേഷ്യന്റ് ഇൻ എ നഴ്സസ് കെയർ നീഡ്സ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അർജന്റ്ലി. അപ്പൊ ഇവിടെ എന്താണ്, ഒരു പേഷ്യന്റിന് അർജന്റ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണം. ദ നഴ്സസ് റിലീജിയൻ ഡിനൗൺസസ് ദിസ് പ്രാക്ടീസ്. ഇവിടെ നേഴ്സിന്റെ റിലീജിയൻ ആണ് എതിരായിട്ട് നിൽക്കുന്നത്. അതായത് നേഴ്സിന്റെ റിലീജിയൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പൊ വാട്ട് ആക്ഷൻ ഡസ് ദ നേഴ്സ് ടേക്ക്? അപ്പൊ ആ നേഴ്സ് എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്? അപ്പൊ പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അർജന്റ് ആയിട്ട് വേണം, പേഷ്യന്റിന് ഒരു പ്രശ്നമില്ല, പേഷ്യന്റ് റെഡിയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്വീകരിക്കാൻ. പക്ഷെ ഇവിടെ പ്രോബ്ലം ആർക്കാണ്? നേഴ്സസ് റിലീജിയൻ. അത് നേഴ്സിന്റെ റിലീജിയൻ പ്രശ്നമാണ്. നേഴ്സ് പറയാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? അപ്പൊ ആ നേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് കേട്ടോ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ, the nurse reflects on the factors involved and defer the decision until later. Defer ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി വെക്കുക. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവിടെ അർജന്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് മാറ്റി വെക്കാനാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. നേരെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബി, the nurse acknowledges that the intervention is an urgent patient need but refuses to. നേഴ്സിന് അറിയാം ഇത് അർജന്റ് ആണെന്ന്, പക്ഷെ എന്താണ്? റിഫ്യൂസ് ചെയ്യുവാണ്. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്യുവാണ്. അതും നമുക്ക് എലിമിനേറ്റ് ചെയ്തോളാം അല്ലെ, കാരണം പേഷ്യന്റിനാണ് പ്രയോറിറ്റി. പേഷ്യന്റിന് അർജന്റ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണം, അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ പേഷ്യന്റിന്. ഇനി അടുത്തത്, ദ നഴ്സ് ഡിക്ലൈൻസ് ടു കെയർ ഫോർ ദ പേഷ്യന്റ് ആൻഡ് ഹോപ്സ് ദാറ്റ് അനദർ നഴ്സ് അറൈസ് എഗ്രി ബേസ്ഡ് ഓൺ ദ റിലീജിയസ് ബിലീഫ്സ്. ഇപ്പൊ പേഷ്യന്റ് എന്തോരാണ്, പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് ഡിക്ലൈൻ ചെയ്യുവാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി വിചാരിക്കേണ്ട വേറെ നേഴ്സ് വന്നിട്ട് ആ പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നു. അതും പറ്റത്തില്ല അല്ലെ, കാരണം എന്താണ്, അവിടെ ഓൾറെഡി സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റ് അർജന്റ് ആണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അർജന്റ് ആയിട്ട് വേണം. അപ്പൊ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡിയും കൂടെ നമുക്ക് നോക്കാം. ദ നഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് this is a personal factor that could influence a decision and seeks help and advice. ഉണ്ടോ? അപ്പൊ അതാണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, പുള്ളിക്കാരുടെ പേഴ്സണൽ ഫാക്ടർ ആണത്. പക്ഷെ അതിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ട, ആർക്കാണ്? പേഷ്യന്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റാഫിനോട് ഹെൽപ്പ് ചോദിച്ച് അതിനൊരു ഡിസിഷൻ ഉണ്ടാക്കുക. പിന്നെ മറ്റൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് നിങ്ങളൊരു ലൈൻ മാനേജറാണ്. നിങ്ങളൊരു ലൈൻ മാനേജർ എന്ന് വെച്ചാൽ നമ്മുടെ വാർഡ് ഇൻചാർജ് കേട്ടോ. വാർഡ് ഇൻചാർജിന് ഇവർ പറയുന്ന മറ്റൊരു പേരാണ് ലൈൻ മാനേജർ. അപ്പൊ നിങ്ങളൊരു ലൈൻ മാനേജറാണ്. അപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നഴ്സ് റിഫ്യൂസ് ചെയ്യുവാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ചെയ്യാനായിട്ട് റിഫ്യൂസ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ബീങ് എ ലൈൻ മാനേജർ നിങ്ങൾ എന്ത് ചെയ്യുന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? മറ്റൊരു നഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ദ നഴ്സ് റെക്കഗ്നൈസസ് ദാറ്റ് ദിസ് ഈസ് എ പേഴ്സണൽ ഫാക്ടർ ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് എ ഡിസിഷൻ ആൻഡ് സീക്സ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ്. ഒരു നഴ്സിന് ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ നഴ്സ് മറ്റുള്ളവരുടെ നിന്ന് ഹെൽപ്പ് എടുക്കുക. ഇനി ഒരു നഴ്സിന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ലൈൻ മാനേജറോടാണ് പറയുന്നതെങ്കിൽ ആ ലൈൻ മാനേജർ മറ്റൊരു നഴ്സിനെ ഏൽപ്പിക്കുക. കാരണം നേഴ്സിന്റെയും പേഷ്യന്റിന്റെയും എല്ലാം റിലീജിയൻ ഇവിടെ എന്താണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. അത് നേഴ്സിന്റെ തന്നെ ആയിരിക്കും, പേഷ്യന്റ് തന്നെ ആയിരിക്കണമെന്നില്ല, ആരുടെ ആണെങ്കിലും നമ്മൾ ഇവിടെ റിലീജിയൻ ഇവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, a nurse is preparing to deliver a food tray to a client whose religion is Jewish. വീണ്ടും ഒരു ജൂയിഷ് പേഷ്യന്റ് ആണ്. ജൂയിഷ് പേഷ്യന്റിന് ഫുഡ് ട്രേ ഡെലിവറി ചെയ്യാനായിട്ട് ഒരുക്കുവാണ്. The nurse checks the food on the tray and notes that the food on the tray and notes that the client has received a roast beef dinner with the whole milk as a beverage. Which action will the nurse take? അപ്പൊ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് റോസ്റ്റ് ബീഫ്. അപ്പൊ അതിനകത്ത് അവര് റോസ്റ്റ് ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ ബീങ് എ നേഴ്സ് ചെയ്യേണ്ടതാണ് ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. ഡെലിവർ ദ ഫുഡ് ട്രേ ടു ദ ക്ലൈന്റ്. അപ്പൊ നമ്മൾ ആ ഫുഡ് ട്രേ പേഷ്യന്റിന് ഡെലിവർ ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ, കോൾ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആസ്ക് ഫോർ എ ന്യൂ മീൽ ട്രേ. നമ്മൾ ഇവിടെ വിളിച്ചിട്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് പുതിയൊരു മീൽ ട്രേ ഓർഡർ ചെയ്യുക. റീപ്ലേസ് ദ ഹോൾ മിൽക്ക് വിത്ത് ഫാറ്റ് ഫ്രീ മിൽക്ക്. നമ്മൾ ആ മിൽക്ക് മാത്രം റീപ്ലേസ് ചെയ്യുക. ആസ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ടു റീപ്ലേസ് റോസ്റ്റ് ബീഫ് വിത്ത് പോർക്ക്. അപ്പൊ നമ്മൾ എന്താണ്, റോസ്റ്റ് ബീഫ് മാറ്റിയിട്ട് പോർക്ക് വെക്കാനായിട്ട് പറയുക. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് കോൾ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആസ്ക് ഫോർ എ ന്യൂ മീൽ ട്രേ. കാരണം ഇവർ ഈ ബീഫും സാധനങ്ങളും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നോക്കിയേ, ഇൻ ദ ഓർത്തഡോക്സ് ജൂയിഷ് ട്രഡീഷൻ മെമ്പേഴ്സ് അവോയ്ഡ് മീറ്റ്സ് ഫ്രം കോർണിവോറസ് പോർക്ക് പ്രോഡക്ട്സ് ആൻഡ് സർട്ടൻ ഫിഷ്. അതായത് ബീഫ്, പോർക്ക് പ്രോഡക്ട്സ് കുറച്ച്
ചില ടൈപ്പ് ഓഫ് ഫിഷ് ഇവരതൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ്, ദ നേഴ്സ് വുഡ് നോട്ട് ഡെലിവർ ദ ഫുഡ് ട്രേ ടു ദ ക്ലയന്റ് ആൻഡ് വുഡ് ആസ്ക് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ടു ഡെലിവർ ഡിഫറെന്റ് മീൽ. അപ്പം അവർക്കൊരു ഡിഫറെന്റ് മീൽ കൊടുക്കാനാണ് നമ്മൾ പറയേണ്ടത്. കോൾ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആസ്ക് ഫോർ എ ന്യൂ മീൽ ട്രേ. കാരണം അതിനകത്ത് റോസ്റ്റഡ് ബീഫ് വന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ അത് മാറ്റിയിട്ട് മറ്റൊരു മീൽ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5. Adam, 46 years old, is of Jewish descent. Ask his nurse, how will you plan his dietary needs? അതായത് ജൂയിഷ് പേഷ്യന്റ് ആണ്. അപ്പൊ ആ ജൂയിഷ് പേഷ്യന്റിനെ നമുക്കറിയാം അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ആ ഡയറ്റ് പ്ലാൻ ചെയ്യും, ബീങ് എ നേഴ്സ് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്, അസ്യൂം ഹി സ്ട്രിക്ട്ലി നീഡ്സ് എ ജൂയിഷ് പേഷ്യന്റ്. നമ്മൾ അസ്യൂം ചെയ്യുവാണ്, ഓക്കെ പേഷ്യന്റിന് ജൂയിഷ് ഫുഡ് തന്നെ വേണം സ്ട്രിക്റ്റ് ആയിട്ടും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ തന്നെ താൻ ഒരു അസ്യൂം ചെയ്തൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഓപ്ഷൻ ബി, ആസ്ക് റിലേറ്റീവ്സ് ടു ബ്രിങ് ഫുഡ് ഫ്രം കോഷർ മാർക്കറ്റ്. അപ്പൊ നമ്മള് റിലേറ്റീവ്സിനോട് ഫുഡ് കൊണ്ടുവരാനായിട്ട് പറയുക. ഈ കോഷർ ഡയറ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇവരുടെ ശരിക്കും ജൂയിഷ് പേഷ്യന്റിന്റെ ഡയറ്റ്. നിങ്ങൾ വെറുതെ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ, കോഷർ ഡയറ്റ്. ജൂയിഷ് പേഷ്യന്റിന്റെ ഡയറ്റ് ആണ് കോഷർ ഡയറ്റ്. അപ്പൊ കോഷർ ഡയറ്റ് ഈ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് കൊണ്ടുവരാൻ പറയുക. ഇനി ഓപ്ഷൻ സി, ആസ്ക് എ റബി ടു ഹെൽപ്പ് യു പ്ലാൻ. അതായത് അവരെ പ്രാർത്ഥനയുടെ ഒക്കെ വലിയ ആളായിരിക്കും അല്ലെ റബി എന്ന് പറയുന്നത്. അപ്പൊ ആ ആളോട് ചോദിക്കുക അവർക്ക് ഫുഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഓപ്ഷൻ ഡി, ആസ്ക് ദ പേഷ്യന്റ് അബൌട്ട് ഹിസ് ഡയറ്റ് പ്രിഫറൻസസ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? നേരെ നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാം അല്ലെ, ആസ്ക് ദ പേഷ്യന്റ് അബൌട്ട് ഹിസ് ഡയറ്റ് പ്രിഫറൻസസ്. ആ പുള്ളി ജൂയിഷ് ആണെന്നും പറഞ്ഞ് അത് തന്നെ ഫോളോ ചെയ്യണമെന്നും നമുക്കറിയത്തില്ലായിരിക്കും. അപ്പം നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് ചോദിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ എപ്പോഴും പ്രയോറിറ്റി ആർക്കാണ്? പേഷ്യന്റിനാണ് കേട്ടോ, അത് ഓർക്കുക. ആസ്ക് ദ പേഷ്യന്റ് അബൌട്ട് ഹിസ് ഡയറ്റ് പ്രിഫറൻസസ്. പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യനിലും നമ്മൾ ചോദിക്കുന്നത് പേഷ്യന്റിനോടായിരിക്കും. എവിടെയാണ് നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കാത്തത്? കപ്പാസിറ്റി ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിലേറ്റീവ്സിനോട് ചോദിക്കുന്നത്. അല്ലാതെ എല്ലാ ആൻസറുകളിലും നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് പേഷ്യൻസിനോടായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ആസ്ക് ദ പേഷ്യന്റ് അബൌട്ട് ഹിസ് ഡയറ്റ് പ്രിഫറൻസസ്. Question number 6. A Jewish patient requests for prayers and spiritual support. What do you do? അപ്പൊ ഇവിടെ ഒരു ജൂയിഷ് പേഷ്യന്റ് എന്താണ് പ്രേയറും അതുപോലെ തന്നെ സ്പിരിച്വൽ സപ്പോർട്ടും ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇൻഫോം നഴ്സ് മാനേജർ, നമ്മൾ നഴ്സ് മാനേജറിനെ ഇൻഫോം ചെയ്യുക. റെഫർ ടു സ്പിരിച്വൽ സപ്പോർട്ട് ടീം ആൻഡ് പ്രൊവൈഡ് സ്പേസ് ഫോർ പ്രേയർ. അപ്പം ഒന്ന് നഴ്സ് മാനേജറെ ഇൻഫോം ചെയ്യുക, രണ്ട് റെഫർ ചെയ്യുക, സ്പിരിച്വൽ സപ്പോർട്ട് ടീമിന് റെഫർ ചെയ്യുക. പിന്നെ നമ്മൾ എന്താണ് സ്പേസ് കൊടുക്കുക, അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് കൊടുക്കാം, പക്ഷേ അവർ പ്രെയർ മാത്രമല്ല ഇവിടെ ജൂയിഷ് പേഷ്യന്റ് ചോദിക്കുന്നത്, എന്താണ് ഒരു സ്പിരിച്വൽ സപ്പോർട്ടും കൂടെ ചോദിക്കുന്നുണ്ട് അല്ലെ, പ്രേയേഴ്സ് ആൻഡ് സ്പിരിച്വൽ സപ്പോർട്ട്. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം റെഫർ ടു സ്പിരിച്വൽ സപ്പോർട്ട് ടീം. അതായിരിക്കും ഇച്ചിരൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അവർക്ക് വന്നിട്ട് ഈ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്പിരിച്വലി എന്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, റെഫർ ടു സ്പിരിച്വൽ സപ്പോർട്ട് ടീം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. എ മുസ്ലിം ക്ലയന്റ് വിത്ത് യൂറിൻ റിട്ടൻഷൻ ഇൻസിസ്റ്റ് ഷീ വാണ്ട് എ ഫീമെയിൽ നഴ്സ് ടു പാസ് ദ റെക്കമെൻഡഡ് കത്തീറ്റർ, ബട്ട് ദ ഫീമെയിൽ നഴ്സ് അവൈലബിൾ ആർ നോട്ട് കോമ്പിറ്റന്റ്. ആസ് ഇൻചാർജ് വാട്ട് വിൽ യു ഡു? അപ്പൊ മുസ്ലിം പേഷ്യന്റ് ആണ്, മുസ്ലിം പേഷ്യന്റ് യൂറിൻ റിട്ടൻഷൻ ആണ്. പേഷ്യന്റിന് എന്ത് വേണം? കത്തീറ്റർ ഇടണം. കത്തീറ്റർ ഇടുമ്പോഴേക്കും പേഷ്യന്റ് നമ്മളോട് സജസ്റ്റ് ചെയ്യുവാണ് ഫീമെയിൽ നേഴ്സ് തന്നെ വേണം, റെക്കമെൻഡ് ചെയ്യുവാണ് ഫീമെയിൽ നേഴ്സിന് വേണമെന്ന്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഉള്ള ഫീമെയിൽ സ്റ്റാഫ് കോമ്പിറ്റന്റ് അല്ല. അപ്പൊ നമുക്കറിയാം കോമ്പിറ്റൻസ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ നിയമം. എന്നാൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ടേക്കാന്നോർത്ത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് മസ്റ്റ് ആയിട്ടും കോമ്പിറ്റൻസ് വേണം. അപ്പൊ നമ്മള് ഇൻചാർജ് ആണ്, നമ്മളൊരു ഷിഫ്റ്റ് ആണെന്ന് നോക്കാം, നമ്മളൊരു നൈറ്റ് ഡ്യൂട്ടിയുടെ ഷിഫ്റ്റ് ആണെന്ന് നോക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻഫോം ദ ഡോക്ടർ ടു കൺവിൻസ് ദ പേഷ്യന്റ്. ഡോക്ടറോട് പറയുക പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യാനായിട്ട്. നമുക്ക് നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം കേട്ടോ. കാരണം എന്താണ്, എപ്പോഴും എന്താണ് പേഷ്യൻസിന്റെ വിഷ്, പേഷ്യന്റിന്റെ കൺസേൺ, പേഷ്യന്റിന്റെ പ്രിഫറൻസസ്, അതിന് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് പോകത്തില്ല, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ബി, ലുക്ക് ഫോർ അനദർ സ്റ്റാഫ് അറ്റ് ദ ഡിഫറെന്റ് വാർഡ് ടു അസിസ്റ്റ് ആസ് പേഷ്യന്റ് പ്രിഫറൻസസ് ഈസ് പാരാമൗണ്ട്. അപ്പൊ നമ്മൾ മറ്റേ വാർഡിൽ വിളിച്ചിട്ട് അവിടെ കോമ്പിറ്റൻസി ഉള്ള ഫീമെയിൽ നഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് നമുക്കൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് സിയും ഡിയും നോക്കിയിട്ട് അതിലോട്ട് വരാം. സി നോക്കിക്കേ, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഷിഫ്റ്റ്. അടുത്ത ഷിഫ്റ്റിലോട്ട് വെയിറ്റ് ചെയ്യുക.
നേരെ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്? യൂറിൻ റിട്ടൻഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കത്തീഡ്രലൈസേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡി, അക്നോളജ് ദ പേഷ്യന്റ് കൺസേൺ ബട്ട് ഇൻസ്ട്രക്ട് മെയിൽ നഴ്സ് ടു പാസ്. അപ്പോൾ നമ്മൾ എന്താണ്, പേഷ്യന്റിന്റെ കൺസേൺ അക്നോളജ് ഒക്കെ ചെയ്യും, പക്ഷെ എന്താണ്, മെയിൽ നഴ്സിനോട് കത്തീഡ്രൽ ഇടാൻ പറയും. അത് ശരിയാണോ? അതും കറക്റ്റ് അല്ല. നേരെ അതും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താണ്, എപ്പോഴും പേഷ്യന്റിന്റെ പ്രിഫറൻസസിനാണ് ഇമ്പോർട്ടന്റ്. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ലുക്ക് ഫോർ അതർ സ്റ്റാഫ് അറ്റ് ദ ഡിഫറെന്റ് വാർഡ് ടു അസിസ്റ്റ് ആസ് പേഷ്യന്റ് പ്രിഫറൻസ് ഈസ് പാരാമോട്ടർ. എപ്പോഴും പേഷ്യന്റിന്റെ ഇഷ്ടങ്ങൾക്കാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു വാർഡിൽ നിന്ന് വിളിച്ച് കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ടുവന്നായിരിക്കും നമ്മളത് ചെയ്യിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8, ഫോർ മുസ്ലിംസ് ആഫ്റ്റർ ഡെത്ത് വിതിൻ ഹൗ മെനി ഡേയ്സ് ദ ബ്യൂരിയൽ ഓഫ് ദ ബോഡി വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ ഒരു മുസ്ലിം പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് അവർ അടക്കം ചെയ്യുന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ് വരുന്നത്? 1 വീക്ക്, 1 ഡേ ആഫ്റ്റർ, 10 ഡേ ആഫ്റ്റർ, 5 ഡേ ആഫ്റ്റർ. നമുക്ക് ആൻസർ വരുന്നത് 1 ഡേ ആഫ്റ്റർ ആണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവര് അടക്കം ചെയ്യുന്നത്. അപ്പൊ 1 ഡേ ആഫ്റ്റർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9, ദ ബൈസ്റ്റാൻഡർ ഓഫ് എ മുസ്ലിം ലേഡി വിഷസ് ദാറ്റ് എ ലേഡി ഡോക്ടർ ഓൺലി ഷുഡ് ചെക്ക് ദ പേഷ്യന്റ്. ബെസ്റ്റ് റെസ്പോൺസ്. അപ്പൊ വീണ്ടും ഒരു മുസ്ലിം പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന് ലേഡി ഡോക്ടർ മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവര്, ബൈസ്റ്റാൻഡർ, പേഷ്യന്റ് അല്ല, പേഷ്യന്റ് മുസ്ലിം ആയിരിക്കണം, ബൈസ്റ്റാൻഡർ മുസ്ലിം ആണ്. അപ്പൊ ബൈസ്റ്റാൻഡർ വാശി പറയുവാണ്, അതായത് ലേഡി ഡോക്ടർ മാത്രം പേഷ്യന്റിനെ ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ സൗദിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതലും അറിയാൻ പറ്റില്ല. അവിടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെയിം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ജസ്റ്റ് നെഗ്ലക്ട് ദ റിക്വസ്റ്റ്. അതൊരിക്കലും ആൻസർ ആയിട്ട് വരത്തില്ല. നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ടെൽ ഹെർ ദാറ്റ് ഓൺലി മെയിൽ ഡോക്ടേഴ്സ് അവൈലബിൾ ആൻഡ് ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മെനി ഫീമെയിൽ സ്റ്റാഫ്സ് ഡെയിലി. അപ്പൊ നമ്മൾ പറയുവാണ്, ഇവിടെ ഒരു മെയിൽ ഡോക്ടർ മാത്രമേ അവൈലബിൾ ഉള്ളൂ, പക്ഷെ അവർ ഒരുപാട് ഫീമെയിൽ പേഷ്യൻസിനൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുക. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് തെറ്റാണ്. അപ്പൊ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സി, റെസ്പെക്ട് ദ റിക്വസ്റ്റ് ഇഫ് പോസിബിൾ അറേഞ്ച് ദ കൺസൾട്ടേഷൻ വിത്ത് എ ഫീമെയിൽ ഡോക്ടർ. നമ്മൾ എന്താണ്, റെസ്പെക്ട് ചെയ്യുക, അവരുടെ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാക്സിമം എന്താണ്, ഒരു ഫീമെയിൽ ഡോക്ടറിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ ഡി, ഇൻഫോം പോലീസ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ, കാരണം നമ്മൾ ഒരിക്കലും പോലീസിനൊന്നും ഇൻഫോം ചെയ്യാൻ പോകത്തില്ല. ഇതാണ് ആൻസർ വരുന്നത്. എന്താണ്, റെസ്പെക്ട് ദ റിക്വസ്റ്റ് ഇഫ് പോസിബിൾ അറേഞ്ച് ദ കൺസൾട്ടേഷൻ വിത്ത് എ ഫീമെയിൽ ഡോക്ടർ എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് കുറച്ച് റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം CBTയുടെ ക്ലാസ് വേണ്ട കുട്ടികൾ മെസ്സേജ് അയക്കുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നാട്ടിലുള്ള കുട്ടികൾ കോഡ് ചേർക്കാൻ മറക്കല്ലോ കേട്ടോ. +44 ചേർത്തതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് ഇടുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.